ഹലോ, ഗുഡ് മോർണിംഗ്. അബി സാർ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാരും കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് എബി. ഞാനൊരു മെന്റൽ ഹെൽത്ത് കൗൺസിലായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത്, പറ്റുന്നവര് ആദ്യത്തെ കുറച്ച് സമയം വീഡിയോ കോളിൽ വരാമെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, സൗകര്യമായിരുന്നു. ഞാനൊരു ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ ആരെങ്കിലും 2-3 പേര് ഒന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കാം. എനിക്കറിയാം രാവിലെയാണ് എന്ന്. അവിടെ ആർക്കെങ്കിലും വരാൻ സാധിക്കുമോ? ഓക്കെ, ആദ്യമേ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയും, എന്നോടൊപ്പം തന്നെ പോവുക. നിങ്ങളും ഇൻസ്ട്രക്ഷൻ വളരെ വ്യക്തമായി കേൾക്കുക. അതനുസരിച്ച് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഓക്കെ ആണോ? നിങ്ങൾ എന്നോടൊന്ന് ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ ആദ്യത്തെ ഒരു ഇൻസ്ട്രക്ഷൻ, എല്ലാവരും ഒരു പേപ്പറും പേനയും എടുക്കുക. ഇല്ലാത്ത ഒരു സാരമില്ല, മനസ്സിൽ നിങ്ങൾ വിചാരിച്ചാലും മതി. ഓക്കെ, 1 പേപ്പറും പേനയും എടുക്കുക. 2, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഇതാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവി. ഇനി 3-മത്തത്, നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാളുടെ പേര് മനസ്സിൽ കാണുക. ഓക്കെ, അവരെന്ത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നി ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ 5 തരത്തിൽ ചിരിക്കണം, നവരസങ്ങൾ കാണിക്കണം, പാട്ട് പാടണം, അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലണം, വാട്ടെവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എഴുതുക. എന്നെയും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ സർ, രണ്ടാമത്തെ എന്താ പറഞ്ഞത്? മറ്റുള്ളവര് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം സ്റ്റേറ്റ്മെന്റ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവി. ഞാൻ കൗണ്ട് ചെയ്യുവാണ്. 1 2 3 4 5. ഓക്കെ, ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താ ഈ ഗ്രൂപ്പിലുള്ള 6 പേര് എഴുതി, എന്താണ് എഴുതിയെന്ന്? ഞാൻ എഴുതിയത് സജിന മാമിന്റെ പേരാണ്. എന്താണ് എഴുതിയത് മാഡം? ഒരു പാട്ട് പാടാൻ. സജിന മാം ഒരു പാട്ട് പാടാൻ. ഇനി ഒരാളോട് ഒന്ന് പറയാമോ? 2 പേർക്കൂടെ പറയാം. ഹലോ, ആരെങ്കിലും 2 പേരോടൊന്ന് പറയൂ. ഞാൻ എഴുതിയത് റൌഫ് സാറിന്റെ പേരാണ്. 6 പേര് എന്ത് ചെയ്യണമെന്ന്? റൌഫ് സാറിന്റെ പേരാണ് എഴുതിയത്. എന്ത് ചെയ്യണമെന്ന്? ഒരു അനുഭവ കഥ ഒന്ന് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു അനുഭവ കഥ പറയാം. ഓക്കെ ഇനി ഒരാളൂടെ. അപ്പം ബോബി മാമിനും അൻസാർ സാറിനും താങ്ക് യു സോ മച്ച്. ഞാൻ എബി സാറിന്റെ പേരാണ് എഴുതിയത്. സാർ കഥ പറയാൻ വിചാരിച്ചത്. ഞാനൊരു കഥ പറയണോന്ന്. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് ആര് ചെയ്യണമെന്നാണ് മനസ്സിലായത്? ഇപ്പം മാം പറഞ്ഞു ഞാനാണോ കഥ ഇത് പറഞ്ഞ നമ്മളെല്ലാം വേറൊരാളുടെ പേര് എഴുതി. പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞത്? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവീൻ. അപ്പം ബോബി മാം എഴുതിയത് പാട്ട് പാടാനാണെങ്കിൽ അത് ചെയ്യേണ്ടത് ബോബി മാം ആണ്. അപ്പൊ അൻസാർ സാർ എഴുതിയത്, അബ്ദുൽ സാർ ഒരു അനുഭവ കഥ പറയണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആരാ? അൻസാർ സാറാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ആൻഡ് എക്സ്പ്രസ് യുവർ ഇമോഷൻ എഫക്റ്റീവ്ലി ഇൻ ഡെയിലി ലൈഫ്. അല്ലെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയും, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എത്ര പേര് ഇത് പറഞ്ഞിട്ടുണ്ട്?
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ഇല്ല, ആരും സർ. പറഞ്ഞു ഇല്ല. പറഞ്ഞിട്ടുണ്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മൾ പറയുന്നതിന് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല? നമ്മൾ കുട്ടികളോട് പറയും, എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാ പറയുന്നത്? മേ ബി നമ്മൾ നമ്മുടെ ലെവലും കൊണ്ടായിരിക്കും പറയുന്നത്, അല്ലേ? ആണോ അല്ലേ? നമ്മളത് വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ട് മറ്റുള്ളവരെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പറയുന്നത് മനസ്സിലാകണം, അതനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അല്ലെ, ചെറിയ കാര്യങ്ങളാണ് പറയാൻ ഞാൻ ഇന്ന് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യലി റിലേഷൻഷിപ്പ്. വേർ ദർ ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ദർ ഈസ് എ ഗുഡ് റിലേഷൻഷിപ്പ്. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ? ഒരാളുടെ മനസ്സിലുള്ള ആശയവും അതേപടി ആ വികാരവും മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് പകരുന്ന ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ പറയാം. ഒരാളുടെ മനസ്സിലുള്ള ആശയവും അതോട് ചേർന്ന വികാരവും അത് മറ്റുള്ള ഉള്ളിലേക്ക് പകരുന്ന ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർബൽ, നോൺ വെർബൽ, ടോൺ ഓഫ് വോയിസ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇത് വിശദമായി ഞാൻ പോകുന്നില്ല. അടുത്തത് എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെ? അതെന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറയുന്ന സെൻഡേഴ്സ്, മെസ്സേജ്, എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ്. ഇത്രയും. പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അല്ലെ? നമ്മളിപ്പോ ഒരാളോട് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫോൺ നമ്പർ നമ്മൾ പറയുക, അല്ലെ? അത് നമ്മൾ പറയുന്ന വിധം, അത് അവിടെ ചെന്നിട്ട് അത് ഡീകോഡിങ് ചെയ്ത് അത് ഫീഡ്ബാക്ക് നമ്മൾ അവരോട് ചോദിക്കുക, ഒന്നുകൂടെ നമ്മൾ പറയും, സാധാരണ പറയും, ഒന്നുകൂടെ ഒന്ന് പറയാമോ ഫോൺ നമ്പർ? എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഫീഡ്ബാക്ക് നോക്കുന്നത്, അല്ലെ? എല്ലാവരും മനസ്സിലാക്കുന്ന വിധങ്ങൾ പലതരത്തിലാണ്. അപ്പൊ അത് കൺഫേം ആക്കണമെങ്കിൽ, കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ചാനൽ നോക്കണം, ഡീകോഡിങ് ചെയ്യണം, ഫീഡ്ബാക്ക് വേണം, അല്ലെ? എങ്ങനെയാണ് അവർ ഉൾക്കൊണ്ടത്, എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമാക്കി കൊടുക്കാനും, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കണം. അപ്പം ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലെല്ലാം നമുക്ക് നോൺ സ്റ്റിക്ക് അറിയാം, അല്ലെ? നോൺ സ്റ്റിക്ക് അറിയാമോ? നോൺ സ്റ്റിക്ക് പോട്ട്, നോൺ സ്റ്റിക്ക് പാന്. നമ്മൾ വാങ്ങാൻ നേരത്ത് സാധാരണ അതിന്റെ കൂടെ നമുക്കൊരു പേപ്പർ കിട്ടും, അല്ലെ? ഇൻസ്ട്രക്ഷൻ പേപ്പർ കിട്ടും. ഈ പേപ്പറിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന്, അല്ലെ? സാധാരണ ഇത് ഹാൻഡിൽ ചെയ്യുന്ന, സാധാരണ പാത്രങ്ങൾ ഹാൻഡിൽ ചെയ്തേക്കുന്ന, വെസൽ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അല്ല. അതുകൊണ്ടാണ് പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കുറെ നാളേക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് സ്ക്രാച്ച്, നമ്മൾ സ്റ്റീൽ വെച്ച് സ്ക്രാച്ച് ചെയ്യാനോ ഇളക്കാനോ ഒക്കെ ശ്രമിക്കും. അതുകൊണ്ട് അവർ അതിന്റെ കൂടെ തന്നെ ഉടൻ സ്റ്റിക്കും അവർ തരുന്നുണ്ട്, അല്ലെ? വളരെ കെയർഫുൾ ആയിട്ട് എല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്താൽ അതിനെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് കമ്മ്യൂണിക്കേഷനിലും കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ക്ലാരിറ്റി, അല്ലെ? വ്യക്തമായ ആശയവിനിമയം ഇല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ഉദാഹരണം, ഒരു അമ്മ കുട്ടിയോട് പറയുകയാണ് 2 ഗ്ലാസ് വെള്ളം വെക്കൂ. ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ല. എന്താണ് ക്ലാരിറ്റി കുറവ്? എവിടെ, എവിടെ എങ്ങനെ, വെക്കണം? അങ്ങനെയൊക്കെ. എന്താണ്, എങ്ങനെയാണ് എന്നുള്ള ക്ലാരിറ്റി വേണം. അതിനിപ്പം അമ്മ തിരിച്ചു പറയുകയാണ്, ചായക്ക് വേണ്ടി 2 ഗ്ലാസ് വെള്ളം അടുപ്പ് വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ചൂടാക്കൂ, അല്ലെ തിളപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്തിനു വേണ്ടി ആണ് ഞാൻ പറഞ്ഞതെന്ന് ആ കേൾക്കുന്നവർക്ക് ഒരു വ്യക്തതയുണ്ട്. അതനുസരിച്ച് ഫോളോ ചെയ്യുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവും. ആണോ അല്ലേ? അല്ലെ? അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് എന്നത് ക്ലാരിറ്റി ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ക്ലാരിറ്റി വളരെ വ്യക്തമായിരിക്കണം. പറയുന്നത് വളരെ വ്യക്തം, ആരോട് പറയുന്നു എന്നതും നമ്മൾ വ്യക്തമാക്കണം. 2, ആക്റ്റീവ് ലിസണിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്റ്റീവ് ലിസണിങ് എന്താണ്, അല്ലെ? എങ്ങനെ നമ്മളെല്ലാവരും ഓരോ പ്രൊഫഷണൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്.
ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, എങ്കിലേ എനിക്കും പറയാൻ ഒരു ഫ്ലോ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, കേട്ടോണം, ഒരു അന്ധനായ വ്യക്തി, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരു അന്ധനായ വ്യക്തി ഒരു സംസാരിക്കാൻ കഴിയാത്ത ഒരാളോട് എങ്ങനെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു? എങ്ങനെ പറയും? ഒരു അന്ധനായ വ്യക്തി ഒരു സംസാരിക്കാൻ പറ്റാത്ത ഒരാളോട് എനിക്ക് വിശക്കുന്നു എന്ന് എങ്ങനെ പറയും? പെട്ടെന്ന് പറയണ ഉത്തരം. എനിക്ക് വിശക്കുന്നു എന്ന് പറയണം. വായിന്റെ അവിടേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു തരും. എന്തോ അല്ല, എന്തോ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, കാരണം എനിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. വേറൊരാൾ എന്തോ പറഞ്ഞു. എന്തുവാണ് പറഞ്ഞത്? എനിക്ക് വിശക്കുന്നു എന്ന് പറയണം, അല്ല, കാരണം സാറ് പറഞ്ഞു. അത് ഞാൻ കേട്ടു. വേറൊരാൾ എന്തോ ഉത്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതന്നെ പറഞ്ഞു. ചന്ദ്രമേമാണ്. ചന്ദ്രമേം പറഞ്ഞു. He'll take his hand towards his mouth and show with action. ഓക്കെ. ഞാനൊരു ട്രിക്കി ഒരു ചോദ്യം ചോദിച്ചാണ്. സാറ് വളരെ രണ്ടു മൂന്ന് സാറും പിന്നെ വേറൊരാളോട് ആംഗ്യ ഭാഷ കാണിക്കണമെന്ന് അല്ലേ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞത് അന്ധനായ ഒരു വ്യക്തി സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയോട് എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയാം? വായും കൊണ്ട് പറയാം. അന്ധനായ വ്യക്തിയല്ലേ, അയാൾക്ക് കണ്ണല്ലേ കാണാത്തതുള്ളൂ, വായിക്ക് പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഉദാഹരണം പറഞ്ഞത് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ വ്യക്തമായ ആരെയും ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആക്ടിവിറ്റി പറഞ്ഞു അല്ലെ, എങ്ങനെയെങ്കിലും എന്തൊക്കെയോ പറഞ്ഞു, അതിന്റെ ഉടനെ നമ്മൾ ഇടുക. നമ്മളൊന്ന് വിശാലമായി ഒന്ന് നിർത്തി ഒരു പോസ് ചെയ്ത് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാത്തത് കാരണമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ പലതും ബ്രേക്ക് ആവുന്നത്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പോകാത്തതിന്റെ പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വ്യക്തമായി അല്ലെ. ഞാനിപ്പോ ഒന്ന് ആക്ടിവിറ്റിയിലെയും പറഞ്ഞു, ഒന്ന് ഈ ബ്ലൈൻഡിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെ. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ എത്രത്തോളം, നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? നമുക്ക് സമയമില്ല. നമ്മൾ എന്തൊക്കെയോ കേട്ടു, അതിനുള്ള ഉത്തരങ്ങൾ ചാടി പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പം എ ഗുഡ് ലിസണർ ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ എന്നാ പറയുന്നത്. നമ്മൾ സാധാരണ കാണും, നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ചിലവര് മൊബൈൽ നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല. ശ്രദ്ധിക്കുന്നു, പക്ഷെ ഐ കോണ്ടാക്ട് കൊടുക്കാതെ നമ്മൾ എന്തോ അതിന്റെ മെസ്സേജ് കിട്ടുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ എനിക്ക് കിട്ടുന്ന മെസ്സേജ്? ഐ ഡോണ്ട് കെയർ യു എന്നാണ്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവരെന്നെ കെയർ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു ആക്റ്റീവ് ലിസണിങ്ങും അല്ലെങ്കിൽ ഒരു തുറന്ന് സംസാരിക്കാനും ഉള്ള ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവും അല്ലെ. ആക്റ്റീവ് ലിസണിങ് വേറൊരു കാര്യമാണ് പറയുന്നത്, ലിസൺ മോർ ആൻഡ് ടോക്ക് ലെസ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പോയി നോക്കിയേ, നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? ലിസൺ മോർ ആൻഡ് ടോക്ക് ലെസ് ആണോ നമ്മൾ ചെയ്യുന്നത്? ടോക്ക് മോർ ആൻഡ് ലിസൺ ലെസ് ആണോ നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും, ഓരോ ദിവസവും, ഇന്ന് നമ്മളൊരു പുതിയ ദിവസം ആരംഭിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് പുതിയ ദിവസമാണ്, എനിക്കിവിടെ അവസാനിക്കുന്ന ദിവസം. അപ്പൊ പുതിയൊരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഞാൻ എത്രമാത്രം ഇന്ന് മുതൽ എത്രമാത്രം ഞാൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ചിന്തിച്ച് കാര്യം പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെ? നമ്മൾ ഇനി വളരെ ഫ്രഷ് ആയിട്ടാണ് എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഫ്രഷ്, ചിലവരെന്ത് ലെഫ്റ്റ് ഓവർ കൊണ്ട് എഴുന്നേക്കും. ഇന്നലെ സംഭവിച്ചത്, ഇന്നലെ എന്നെ അത് പറഞ്ഞു, ഇന്നലെ ഫാമിലിയിലെ പ്രശ്നം ഉണ്ടായി, ചിലപ്പോൾ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളും കൊണ്ടായിരിക്കും എടുക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം, ഈ പുതിയ ദിവസത്തിൽ എങ്ങനെ എനിക്ക് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തിട്ട് മറുപടി പറയാനായിട്ട് സാധിക്കുമെന്ന്. ഒരു സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, മിതം ചാ സാരം ചാ വാചോഹി വാഗ്മിത. മിതമായും സാരമായും സംസാരിക്കുന്നവനാണ് യഥാർത്ഥ വാഗ്മി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആക്റ്റീവ് ലിസണിങ്ങിൽ നമുക്ക് വേണ്ടത് ഐ കോണ്ടാക്ട്, നോഡിങ്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം കൊണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിലേ ഒരു ആക്റ്റീവ് ലിസണിങ് പൂർണ്ണമാവത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പല പ്രൊഫഷണലിലൊക്കെ ഇരിക്കുകയാകുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുവാനും അതനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ഒരു മറുപടി പറയാനും നമ്മൾ അത് നന്നായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ എപ്പോഴും നമ്മുടെ ഈ പ്രോബ്ലം വരുന്നത് എന്താണ്? മോസ്റ്റ് പീപ്പിൾ ലിസൺ ടു റിപ്ലൈ ബട്ട് നോട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോബ്ലം വരുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് വികാരങ്ങളെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഇമോഷണൽ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുക. നമ്മൾ ചിന്തിക്കുക, നമ്മൾ വികാരങ്ങൾ മനസ്സിലാക്കിയാണോ ദിവസം? ഇന്നലെ
നമ്മൾ വികാരങ്ങൾ മനസ്സിലാക്കിയാണോ നമ്മൾ സംസാരിച്ചത് പലരോടും? വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വികാരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വികാരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വാക്കുകളുടെ പിന്നിലുള്ള വികാരം ശ്രദ്ധിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. വാക്കുകളുടെ പിന്നിലുള്ള വികാരം ശ്രദ്ധിക്കാൻ നേരത്താണ് ഒരാൾ നമുക്ക് മനസ്സിലാകുന്നു എന്ന് തോന്നുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമ്മൾ സാധാരണ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മിക്കവാറും എല്ലാവരും പേരൻസ് ആണ്. ഒരു കുട്ടി അവന് കണക്കിന് മാർക്ക് കുറഞ്ഞു വരുവാണെന്നിരിക്കട്ടെ. നമ്മൾ എന്താണ് ആ കുട്ടിയോട് ആദ്യം? അവൻ പറഞ്ഞു, അമ്മേ അല്ലെ അച്ഛ എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയാൻ നേരത്ത് ആ കുട്ടിയുടെ വികാരം എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാ, കുട്ടിയുടെ വികാരം എന്തായിരിക്കും? ഹലോ, പേടിയുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ചീത്ത പേടിയുണ്ടാവും, പറയുന്ന ടെൻഷൻ ഉണ്ട്, നമുക്കറിയാം. താങ്ക് യു അനസ. പേടി, ടെൻഷൻ, വിഷമം ഇതെല്ലാം ഉണ്ടാവും അല്ലെ? ഇതിനുള്ള പിന്നിലുള്ള വികാരം, കുട്ടിയുടെ വികാരം പേടി, ടെൻഷൻ, വിഷമം, വോട്ടെവർ ഇതായിരിക്കും. പക്ഷെ നമ്മൾ ആ വികാരം മനസ്സിലാക്കിയാണോ ആ കുട്ടിയോട് പറയുന്നത്? ആ കുട്ടിയുടെ വികാരം നമ്മൾ മനസ്സിലാക്കിയോ? നമ്മൾ പറയും, നീ ഇത്രയാണ്, ഇതിനാണോ നിന്നെ പഠിപ്പിച്ചത്, കാശ് മുടക്കി പഠിപ്പിച്ചു, നീ അപ്പുറത്തെ വീട്ടിൽ അവരെ നോക്ക്, ഇപ്പുറത്തെ വീട്ടിൽ ഇവരെ നോക്ക്, നിന്നെ ട്യൂഷൻ വിടുന്നുണ്ട്, അത് വിടുന്നുണ്ട്. വികാരം മനസ്സിലാക്കിയാണോ നമ്മൾ സംസാരിക്കുന്നത്? അല്ലെ? അവിടെ കമ്മ്യൂണിക്കേഷൻ, വികാരങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ ആ കുട്ടി പിന്നെ എന്ത് ചെയ്യും? എന്നെ മനസ്സിലാക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അടുത്ത ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടിൽ തന്നെ അപ്പൊ ഒരു വൈഫ് പറയുവാണ്, ചേട്ടാ ടൗണിൽ നല്ലൊരു പടം ഓടുന്നുണ്ട്, ഒരു പുതിയ മൂവി ഓടുന്നുണ്ട്. ഇതിന്റെ വികാരം എന്തുവാണ്? വൈഫ് നമ്മളോട് പറയാൻ നേരത്തെ ഇതിലുള്ള പിന്നിലുള്ള വികാരം എന്താണ്? എനിക്ക് ആ പടം കാണാൻ ആഗ്രഹമുണ്ട് എന്നാണോ വികാരം? അതോ അല്ലേ? അതാണ് ആഗ്രഹം. എനിക്ക് അത് പടം കാണാം. അപ്പൊ ഹസ്ബൻഡ് പറയും, ഓക്കെ നമുക്ക് ഇന്ന് പോകാൻ പറ്റത്തില്ല, അല്ലെ നാളെ പോകാം, അല്ലെങ്കിൽ മറ്റന്നാളിൽ പോകാം. അവിടെ കമ്മ്യൂണിക്കേഷൻ, വികാരങ്ങൾ, അതായത് വികാരങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ നേരത്ത് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായി. ഇനി അപ്പൊ നമ്മൾ ഇമോഷൻ സപ്രസും ചെയ്യരുത്, എക്സ്പ്ലോഡും ചെയ്യാതെ വേണം മൃദുവായി സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. യു സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ഐ ഫീൽ എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അത് ഭയങ്കര സുന്ദര. ഐ ഫീൽ എന്ന സ്റ്റേറ്റ്മെന്റ് ആരെയും വേദനപ്പെടുത്താൻ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഓക്കെ, ഭാര്യ പറയുകയാണ്, മൂവി കാണാൻ പോവുകയാണ്. അപ്പം ഇതാണ് ആദ്യമേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, എനിക്ക് ടൗണിൽ നല്ലൊരു മൂവി ഉണ്ട്, എനിക്ക് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് മനസ്സിലായി. ഇപ്പൊ പറയും, അപ്പുറത്തെ ശാരദയും ഭർത്താവും ഒക്കെ മൂവിക്ക് പോയി, ഇവിടെ എനിക്കും ഉണ്ട് ഭർത്താവ്, ഒരു കാര്യവും ഇല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ വികാര പ്രകടനമാണോ? മേ ബി നമ്മൾ കൂടുതൽ, ഞാനൊരു ലഘുവായിട്ടൊന്ന് പറഞ്ഞു തന്നു, മേ ബി നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യും. എന്തിനാണോ എനിക്കും ഉണ്ട്, പക്ഷെ എന്തിനാണോ ഒരു പ്രയോജനം, അവരെയൊക്കെ കണ്ടുപഠിക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ നേരത്തെ ശരിയായ വികാര പ്രകടനമാണോ? അത് അപ്പം നമ്മൾ തന്നെ ഊഹിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഇപ്പൊ ശരിയായ രീതിയിലുള്ള വികാര പ്രകടനമാണോ നോക്കണം. നമ്മൾ ഇമോഷണല് പ്രകടിപ്പിക്കണം, പക്ഷെ ശരിയായ രീതിയിൽ അത് പ്രകടിപ്പിക്കണം. ഇപ്പൊ നമ്മള് ഉദാഹരണം, നിങ്ങൾ ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ പണ്ട് കാണാൻ നേരത്തെ അറിയാം, അതിൻ്റെ അകത്ത് പറയും, ഓരോരുത്തർ കമനെല്ലാം പാട്ടൊക്കെ പാടിയിട്ട് എല്ലാം മോനെ സൂപ്പറായിരുന്നു, മോളെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നിട്ട് പതുക്കെ അവർ കീറി മുറിക്കാനായിട്ട് തുടങ്ങും അല്ലെ? ആ സംഗതി പോയി, അവിടെ പോയി, പിച്ച് പോയി. അപ്പൊ ആദ്യമേ നല്ല ഒരു ഹൈപ്പ് കൊടുത്തിട്ട് പതുക്കെ കുറ്റങ്ങൾ അപ്പൊ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ വീടുകളിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം എന്തെങ്കിലും ഒരു മീൻകറി വെച്ചു, അപ്പൊ ഭർത്താവിന് കൊടുത്തപ്പം അത് ഭയങ്കര ഉപ്പ് അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോയി. അപ്പൊ ഭർത്താവിന് രണ്ട് തരത്തിൽ പറയാം അല്ലെ? വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന രീതി ഞാൻ പറയുകയാണ് കമ്മ്യൂണിക്കേഷനിൽ. ഒന്നീ അത് ഇങ്ങനെയാണോ വെക്കുന്നത്, ഇതാണോ നീ പഠിച്ചോണ്ട് വന്നത്, ഇങ്ങനെയാണോ നിന്റെ വീട്ടുകാർ വെക്കുന്നത്, നമ്മൾ പല ഭാഷ പറയും. ഇത് കേൾക്കുന്നവർക്ക് എങ്ങനെ തോന്നും? എനിക്ക് ഇനി ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ, വേണേ കഴിച്ചിട്ട് പോയാൽ മതി എന്നായിരിക്കും പറയുന്നത്. ആ ഒരു തെറ്റ് അവിടെ മനസ്സിലാക്കുന്നില്ല അല്ലെ? അപ്പൊ എന്താണ് എന്റെ മീൻകറിക്ക് എന്താ പ്രശ്നം ഉണ്ടെന്നുള്ള തെറ്റ് മനസ്സിലാക്കാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരും തിരുത്തത്തില്ല, പറയുന്നവരും തിരുത്തത്തില്ല, കേൾക്കുന്നവർക്കും അത് എന്തുവാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എപ്പോഴും എന്നെ കുറ്റം പറയത്തേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഇതുവരെ നല്ലത് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിലെ ഇങ്ങനെയെല്ലാം നമ്മൾ പറയും. സംസാരങ്ങൾ ഇങ്ങനെ പോവും, കൈവിട്ട് പോവും അല്ലെ? അപ്പൊ ശരിയായ രീതി എങ്ങനെ പ്രകടിപ്പിക്കാം?
കഴിഞ്ഞ ആഴ്ച വെച്ച മീൻകറി സൂപ്പർ ആയിരുന്നു, എല്ലാം പരുവത്തിനായിരുന്നു എന്ന് പറയാൻ നേരത്ത് ഇന്നത്തെ അത്ര പോരാ, ഇന്ന് ഇച്ചിരി ഒരു പുളി കൂടിപ്പോയി. അപ്പൊ കേൾക്കുന്നവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാവും, അവർക്കത് തിരുത്തണമെന്ന് തോന്നും. ചേട്ടാ, അല്ലെ ഞാൻ ഇപ്പൊ അതിന് പകരം വേറൊരു കറി വെച്ച് തരാം, അല്ലെ വേറെ ഇത് വെച്ച് തരാം. കണ്ടോ? അപ്പൊ എത്ര ബെറ്റർ ആയിട്ടാണ്. അപ്പൊ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും വേണം, പക്ഷെ ശരിയായ രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കണം. നമുക്ക് ജസ്റ്റ് വേറൊരു ഒരു മൂവിയിൽ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് മൂവിയൊക്കെ കണ്ടിട്ടുള്ളവരാന്ന് തോന്നുന്നു. അതിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രീനിവാസനും മുകേഷും ജയറാമും അല്ലെ, അവരിങ്ങനെ പാലസിൽ പോയി പണിയാൻ നേരത്ത് തന്നെ ജനാർദ്ദന്റെ മേളിൽ കുമ്മായം വീഴാൻ നേരത്ത് എല്ലാവരും ഭയങ്കര ചിരിയാണ്, ഭയങ്കരമായിട്ട് എല്ലാവരും ചിരിക്കാൻ നേരത്ത് കൂട്ടത്തിൽ എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരും അവരോട് ഇമോഷൻ പ്രകടിപ്പിച്ചു. പക്ഷെ ഏറ്റവും അവസാനം എല്ലാവരും നിർത്തിയപ്പോഴും ശ്രീനിവാസൻ ഇരുന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പം ജനാർദ്ദൻ നോക്കിയപ്പോ തന്നെ കണ്ണുരുട്ടിയപ്പോഴത്തേന് ജയറാമും മുകേഷും ചിരി നിർത്തി. പക്ഷെ സ്റ്റിൽ ശ്രീനിവാസൻ കണ്ടിന്യൂ ചിരിയേറ്റ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. ഇതാണ് പ്രകടിപ്പിക്കണം, പക്ഷെ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്ത എന്റെ പോയിന്റ് എന്ന് പറയുന്നത് തുറന്ന് സംസാരിക്കുക. നമ്മുടെ വീടുകളില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കമ്മ്യൂണിറ്റിയില്, നമ്മളെ ജോലി ചെയ്യുന്ന സാധനം നമ്മള് തുറന്ന് സംസാരിക്കാറുണ്ടോ? അല്ലെ, നമുക്ക് സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, തുറന്ന് സംസാരിക്കാൻ അങ്ങനെ ഒരാൾ വേണം. പക്ഷെ നമുക്ക് ആരോടെങ്കിലും ഒരു തുറവി ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീച്ചേഴ്സ്, എത്ര കുട്ടികള് നമ്മളോട് വന്ന് തുറന്ന് സംസാരിക്കുന്നു? അല്ലെ ഒരു പ്രൊഫഷണൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ നമുക്ക് മറ്റുള്ളവർ നമ്മളോട് തുറന്ന് സംസാരിക്കാറുണ്ടോ? അതോ നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചേ. ഒരാൾ നമ്മളോട് തുറന്ന് സംസാരിക്കാൻ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ അവരോട് ഒരു ചില ടീച്ചേഴ്സ്മാരോടൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റും. വീട്ടിലെ ആയാലും എന്തെങ്കിലും ആയാലും തെറ്റ് പറ്റിയാലും അത് തുറന്ന് സമ്മതിക്കാൻ പറ്റും. അങ്ങനെ ഒരു തുറവി ഉണ്ടാവണമെങ്കിൽ അതനുസരിച്ച് വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടി ഇങ്ങനെ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്ന് പേരൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു തുറന്ന് സംസാരിക്കാൻ തോന്നത്തില്ല. എന്നാൽ സാരമില്ല മോനെ, നമ്മുടെ ഒരു സാരമില്ല, വി ആർ വിത്ത് യു, ഐ ആം വിത്ത് യു എന്നൊരു വാക്കിന് ഭയങ്കര പവർഫുൾ ആണ് അല്ലെ. സാരമില്ല, ഇനി ചെയ്യാം, നമുക്ക് അത് ശരിയാക്കാം, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ കൂടെ ഉണ്ട്. ആ വാക്കൊക്കെ ഭയങ്കര പവർഫുൾ. നമ്മൾ പലപ്പോഴും അത് പിശുക്കരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളോട് ഒരാൾക്കൊരു തുറവി ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. നമുക്കൊരാളോടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളോട് തുറന്ന് സംസാരിക്കത്തുള്ളൂ അല്ലെ. നമുക്കൊരു ഫീല് വേണം. ഇതെല്ലാം തുറന്ന് സംസാരിക്കാൻ ഉള്ള ഒരു സാഹചര്യം നമ്മളുണ്ട്. മറ്റുള്ളവർ നമ്മളോടും നമുക്ക് മറ്റുള്ളവരും ഒരു സാഹചര്യം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എങ്കിലേ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവത്തുള്ളൂ. ഞാൻ ഒരു കഥ പറയാം. എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലൈന്റ് ആണ്. 10 വർഷം അവര് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാണ് 10 വർഷം. എന്നിട്ടാണ് അവര് കല്യാണം കഴിഞ്ഞ് 2 വർഷം ആയപ്പോഴത്തേക്ക് കൗൺസിലിങ്ങിന് വന്നു. ഇപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മൊബൈലിലേക്കാണ്. ഞാൻ വരുന്നുണ്ട്, കഥ തുറക്കണം, അല്ലെ കൊച്ചിവിടെയുണ്ട്, കൊച്ചിനെ പിക്ക് ചെയ്യണം. ഗൾഫിലായിരുന്നു. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു അല്ലെ. നേരത്തെ അങ്ങനെ പൂർണ്ണമായി 10 വർഷം സ്നേഹിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയവരാണ്. ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് ആ കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു. എന്താണ് ഇന്ന് സാഹചര്യം അല്ലെ? ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ്. ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വിള്ളലുകൾ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, പല കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്നത്. ഇനി അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സന്ദർഭവും സ്വരവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സന്ദർഭവും സ്വരവും മനസ്സിലാക്കി വാക്കുകളേക്കാൾ പ്രാധാന്യമാണ് സ്വരം എന്നത്. എന്തു പറഞ്ഞു എന്നതുപോലെ എങ്ങനെ പറഞ്ഞു, ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. ഉദാഹരണം ഞാൻ പറയാം. അത് ഭർത്താവ് പോവാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞു, വൈകുന്നേരം ഒരുങ്ങിയിരിക്കണം, നമ്മൾക്കൊരു മൂവി കാണാൻ പോകണം. അപ്പൊ ഭാര്യ പുതിയ സാരിയൊക്കെ കൊടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മക്കളെയൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുക. 5 മണിക്ക് വന്നില്ല, അപ്പോഴത്തേന് എന്ത് ചെയ്യും? ഭാവമാറ്റം ഉണ്ടാവും അല്ലെ. സാധാരണ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഭർത്താവ് താമസിച്ചു വന്നു, 5 മണിക്ക് വരാമെന്ന് പറഞ്ഞത് 7 മണിക്ക് വന്നു, നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ആദ്യത്തെ നിങ്ങളുടെ ചിന്ത എവിടെയാണ് പോകുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ.
നമ്മുടെ ഉള്ളിലുള്ള കാര്യം എന്താണ്? ഓ എന്താ ചേട്ടാ താമസിച്ചത്, ആർ യു ഓക്കെ എന്നാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പുറത്തു വരുന്ന എന്താണ്? ദേഷ്യം. എത്ര പറഞ്ഞോ? ദേഷ്യം. ദേഷ്യം. മനസ്സിലുള്ള എന്താണ്? എന്തു പറ്റി, എന്താണ്, ഓക്കെ ആണോ എന്നാണ്. പക്ഷെ മനസ്സ് അപ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കും, 5 മണിക്ക് ഒരുങ്ങി നിന്നു, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി വല്ല ഇതായിട്ട് നിന്ന് പുതിയതൊക്കെ ഇട്ട്, എന്നിട്ടും വന്നില്ലല്ലോ, ഞാൻ അപ്പുറത്തെ വീട്ടുകാരോട് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പോകുമെന്ന്. ഇതെല്ലാം ഉള്ളിൽ കയറി വന്നിട്ട് പറയുന്ന എന്തിനാ ഇത്ര നേരത്തെ വന്നേ, അല്ലെ, എന്തായാലും ഇത്ര താമസിച്ചത്, അല്ലെ? ഈ ഒരു ചോദ്യമായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, ആണോ അല്ലേ? അപ്പൊ ശരിയായ സന്ദർഭവും സാഹചര്യവും നോക്കിയാണോ നമ്മൾ സംസാരിക്കുന്നത്? മേ ബി നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരിക്കും, അല്ലെ വേറൊരു സ്ഥലത്ത് വെച്ചായിരിക്കും, അല്ലെ? ഉള്ളിലുള്ള കാര്യം എന്താണോ അതല്ല പുറത്തു വരുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ. നമുക്കൊന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഞാൻ വിചാരിച്ച മെസ്സേജ് ആണോ ഞാൻ പുറത്തു വിടുന്നത്, അല്ലെ? അത് ഭയങ്കര ഒരു ദോഷം ചെയ്യും. സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാതെ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് സാധാരണ കുടുംബജീവിതത്തിലൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഭാര്യ, ഞാനൊരു ഇത് പറയുന്നെന്ന് വെച്ചാൽ റിവേഴ്സും ഉണ്ടാവും കേട്ടോ. ഒരു ഉദാഹരണം വളരെ പെട്ടെന്ന് അങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പം സാധാരണ സ്ത്രീകളൊക്കെ ഒരു പുതിയ സാരി, പുതിയ ചുരിദാറൊക്കെ ഇടാൻ നേരത്ത് ഇട്ടിട്ട് ചിലപ്പം ഭർത്താവിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്തിനായിരിക്കും നടക്കുന്നത്? അഭിപ്രായം പറയാം, അല്ലേ? അതെ. ആരാ പറയുന്നത്? എനിക്ക് ആരാണെന്ന പേരറിയുന്നില്ല, ഒന്ന് പറയുമോ? പേരെന്താ? ഓ, ഇന്ദിര മാം. ഓക്കെ, താങ്ക് യു മാം. കാരണം മാം എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം എന്താണ്, നമ്മൾ സാരി ഉടുത്ത് അങ്ങോട്ട് നടക്കുന്നല്ലേ, ചുരിദാർ ഇട്ട് കൊള്ളാം, സാരി സൂപ്പറാണ്, ഈ കളർ നിനക്ക് ചേരും, ഇത് കേൾക്കാനാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും പറയുന്നില്ല, ഭർത്താവ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞോട്ട് വരാൻ നേരത്ത് സാധാരണ നമ്മൾ എന്താ പറയും? എന്താണ്, ഇത് നമ്മൾ പറയും, നിങ്ങൾ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, എന്റെ ജോലിയിൽ മാത്യൂസ് പറഞ്ഞു, അല്ലെ ശശിചേട്ടൻ പറഞ്ഞു, ഈ സാരിയും കളറും നിനക്ക് നല്ലോണം ചേരുന്നുണ്ടെന്ന്, അല്ലേ? പറയൂല്ലേ? എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങളൊന്ന് പറയൂ മനുഷ്യ, എനിക്ക് ചേരുമോ ഇല്ലയോ എന്ന് പറയൂ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് കിട്ടാത്തത് കാരണം നമ്മൾ പറയുന്ന എന്താണ്? നിങ്ങൾ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, അല്ലെ? ഇത് ശരിയായ രീതിയിൽ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിലോ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. ഇത് രണ്ടുപേരും മനസ്സിലാക്കണം. ഭർത്താവും മനസ്സിലാക്കണം, ഭാര്യയും മനസ്സിലാക്കണം. ഒരാളുടെ വൺ വേ അല്ല ജീവിതം, അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേഷനും വൺ വേ അല്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു തുറവി, ഇങ്ങനെ ഒരു സന്ദർഭവും സാഹചര്യങ്ങളും മനസ്സിലാക്കി സംസാരിക്കാൻ നേരത്ത് ഒരുവിധം ഈ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ കമ്മ്യൂണിക്കേഷന് പൂർണ്ണമാകുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞാനിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവണം, ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം, പിന്നെന്താണ് പറഞ്ഞത്, വികാരങ്ങളെ മനസ്സിലാക്കി സന്ദർഭവും സാഹചര്യങ്ങളും മനസ്സിലാക്കി സംസാരിച്ചാൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ ടാലന്റ്, ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. ഓരോ ദിവസവും നമ്മൾ സംസാരിക്കുമ്പോൾ മൃദുവായും ശ്രദ്ധിച്ചും മനസ്സിലാക്കിയും സംസാരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കാം. ഇന്ന് നമ്മുടെ പ്രഭാതത്തിൽ നമുക്കും ചിന്തിക്കാം, എൻ്റെ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടും ക്ലാരിറ്റിയോടും വികാരങ്ങൾ മനസ്സിലാക്കി തുറന്ന് സന്ദർഭവും സാഹചര്യവുമാക്കി മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുകയും ഇന്ന് എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടാനായിട്ട് പറ്റും. Good communication is not impressing others. It's about connecting with others. താങ്ക് യു സോ മച്ച്. ഇത്രയും നിങ്ങൾ എന്നെ കേട്ടവരും എന്നോട് റെസ്പോണ്ട് ചെയ്തവരും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഇങ്ങോട്ട് മറുപടി എന്നവർക്കും എല്ലാവർക്കും വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു മാം. അത് സർ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഞങ്ങള്
21st ബാച്ചിലെ വേണ്ട ട്രെയിനർ കോച്ച് ക്ലാസിന്റെ ഒരു അംഗമാണ് ഞങ്ങളെല്ലാവരും. അതൊരു വലിയ സന്തോഷം. നമ്മളുടെ കൂട്ടത്തിൽ ഒരാള് ക്ലാസ് എടുക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും കൂടി ഉള്ളൊരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പം അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ സാറിന്റെ ക്ലാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ളത് അടിപൊളിയാണ്. നമ്മളുടെ സാറ് പറഞ്ഞിട്ടുള്ള ഓരോ എന്താ പറയാ എക്സാമ്പിള് നമ്മളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത് നടന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് കൂടുതലും റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ സാറിന്റെ ക്ലാസ് എത്രയും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണെങ്കിലും അത് ചിന്തിക്കും. ഇനി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാതെ അങ്ങനെയുള്ളൊരു തോട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കി തന്ന താങ്ക് യു അബി സാർ. ഒരു തോട്ട്ഫുൾ സെഷൻ ആയിരുന്നു. പിന്നെ സാർ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, മറ്റുള്ളവർ നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. താങ്ക് യു സർ, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരോ പറയുന്നുണ്ടല്ലോ, പറഞ്ഞോ കേട്ടോ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് അബി സാർ. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മളെ ലൈഫിലെ ഇപ്പോ സാർ പറഞ്ഞ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഓരോ കുടുംബത്തിലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യാറുണ്ടെങ്കിൽ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും എല്ലാ വലിയ പ്രശ്നങ്ങളുടെയും അടിത്തട്ടിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതെല്ലാവരും ഇത് ചെറിയ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ദേഷ്യമായാലും അവരുടെ സങ്കടങ്ങളായാലും ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു പൊട്ടിത്തെറിക്കും. അതെല്ലാം ആദ്യമേ തന്നെ അത് ക്ലിയർ ചെയ്ത് വരുന്നെങ്കിൽ എല്ലാ കുടുംബവും ഇതുപോലെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകുമായിരിക്കും. അല്ലേ സാറേ? അതെ അതെ. താങ്ക് യു. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളോട് എഴുതാൻ പറഞ്ഞപ്പോ ഞാൻ റൌഫ് സാർ ഒരു അനുഭവ കഥ പറയാൻ എഴുതിയിരുന്നു. അത് റൌഫ് സാർ എന്തായാലും പറയണം. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒത്തിരി സന്തോഷം കേട്ടോ. അതായത് നമ്മൾ ഓർക്കും ഈ പ്രശ്നങ്ങൾ ചെറുത് വലുത് എന്നൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയൊന്നും ഇല്ല ശരിക്കും, അല്ലേ സാറേ? അതായത് നമ്മൾ ചില ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ, 1 രൂപ ബാലൻസ് കിട്ടാത്തതിന്റെ പേരിൽ വഴക്ക് നടന്നു, ഒരാള് ഫ്രണ്ടിനെ കുത്തിക്കൊന്നു. അപ്പൊ അവിടെ ആ ചെറിയ പ്രശ്നത്തെ അയാൾ എങ്ങനെ എടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമ്മള് ഒരു സമൂഹം ജീവിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും നമ്മൾ ഓരോ പ്രശ്നങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ എടുക്കുന്നു, അതാണ് പ്രധാനം. അപ്പൊ നമ്മളെ വലുതാക്കാൻ, നമ്മുടെ ചിന്തകളെ നന്നാക്കാൻ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്, അല്ലേ? പിന്നെ സാറ് ചിന്തിച്ചിട്ട് എഴുതാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഫ്രണ്ട്, അതായത് ഈ ഗ്രൂപ്പിലുള്ള ആര് എന്താണ് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ഞാൻ പെട്ടെന്ന് സജന മാമിന്റെ പേര് പറഞ്ഞ അതേ സമയത്ത് ഞാൻ ചിന്തിച്ചു കേട്ടോ. അപ്പൊ ഇപ്പൊ സാറ് ചിലപ്പോ എന്നോട് പറയായിരിക്കും, എങ്കിൽ മാം ഒരു പാട്ട് പാടുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുവാണേ, എനിക്ക് ഏത് പാട്ടാ പാടാൻ അറിയാവുന്നത്. ശരിക്കും എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടം, പക്ഷെ എനിക്ക് തന്നെ ഏത് പാട്ടാ പാടിക്കൊടുക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ റെഡിയായി കേട്ടോ, ഒരു 2 വരി പാടാന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ ഞാൻ ചെയ്യാൻ റെഡി ആയിരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ
വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, കോളേജിലൊക്കെ പഠിക്കുമ്പോ വെറുതെ പാടുമായിരുന്നു ഒരു പാട്ട്, പെട്ടെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ റെഡി ആയിരിക്കായിരുന്നു. അപ്പൊ കുറെ ചിന്തിക്കാനും വളരെ നന്നായിട്ടൊക്കെ. താങ്ക് യു കേട്ടോ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ സാറ് ഓരോരുത്തരിലും ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ, അതായത് നമ്മളെ ഇതിന്റെ ഒരു പാർട്ടാക്കി എടുക്കാൻ സാറ് നന്നായിട്ട് ശ്രമിച്ചു കേട്ടോ. താങ്ക് യു. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ സാർ അവിടെ ലേറ്റ് നൈറ്റ് ആയിരിക്കുമല്ലോ അല്ലെ, ഉറങ്ങാനായിട്ടൊക്കെ ഇങ്ങനെ. അതെ. ഇല്ല ഇവിടെ ഇപ്പം 4:30 കഴിഞ്ഞതേ ഉള്ളൂ പകൽ, വൈകുന്നേരം. അത്രേ ഉള്ളു അല്ലേ. ഓക്കെ സാറേ, താങ്ക് യു കേട്ടോ, നല്ല ക്ലാസ് ആയിരുന്നു. സാർ ബോബി മാം എന്തോ പാട്ട് പാടാൻ പറഞ്ഞപ്പോഴും ഞാൻ മാമിന്റെ പേരായിരുന്നു എഴുതിയത്, സെയിം പാട്ട് പാടാൻ വേണ്ടി. ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്, അതായത് സാറേ ഒരു മിനിറ്റ് എന്തായാലും ബോബി മാമ രണ്ടുപേര് പാടാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു അവസരം എന്തായാലും കൊടുക്കണം കേട്ടോ സാറേ. അതെ. അല്ല, ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ടൈം ലാഗ് ഒന്നും വരരുതല്ലോ, ലാഗായിട്ട് പോവരുതല്ലോ. പെട്ടെന്നൊക്കെ പാടാന്നൊക്കെ വെച്ചിട്ട് പെട്ടെന്നായിരുന്നു തോട്ട് പ്രോസസ് ഒക്കെ. ഏത് പാട്ടാണ് ഞാൻ അപ്പോഴേ ഇങ്ങനെ ഓർക്കുന്നത്, ഞാനിങ്ങനെ കേൾക്കുമെന്നല്ലാതെ പാടി ആരെയും കേൾപ്പിക്കാൻ വേണ്ടി, മോളുമാർക്കൊക്കെ അവര് കുഞ്ഞായിരുന്നപ്പോ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടുമെന്നല്ലാതെ അങ്ങനെ പാടിയിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഏത് പാട്ടായിരിക്കും പാടിക്കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. താങ്ക് യു കേട്ടോ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെന്തായാലും എല്ലാരും കേൾക്കാൻ റെഡി ആയിട്ടിരിക്കണം. Good morning, Abhi sir. A wonderful session, Thank sir. you. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലൈക്ക് ഈവൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണം ഓൺലൈൻ സെഷൻസ് ഒക്കെ. ആൻഡ് യുവർ കോഡ്സ് വളരെ നല്ല കോഡ്സ് ആണ് സർ, ഷെയർ ചെയ്യൂ സർ. കോഡ്സ് റിയലി വണ്ടർഫുൾ. ആൻഡ് എനിക്ക് അബദ്ധം പറ്റിയെന്ന് ഐ റിയലൈസ്ഡ് ഈവൻ ബിഫോർ യു കുഡ്. മലയാളം വേർഡ്സ് ഞാൻ മിസ്പ്ലേസ് ചെയ്തു, മനസ്സിലാക്കുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടായി. But anyway, it was a wonderful session. You kept the session lively, sir. Thank you, sir. Hats off to you. Thank you, ma'am. Thank you so much. Bye. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. നല്ല Good സെഷൻ evening. ആയിരുന്നു. നല്ല സാർ നല്ല Thank you. ഹ്യൂമർ ആയിട്ട് തന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഞാൻ ക്യാമറ ഓൺ ആക്കിയതേ ഒന്ന്, എനിക്ക് സാർ പറഞ്ഞ ഒരു പ്രശ്നം എനിക്ക് തുടക്കം ഞാൻ ചെറുപ്പത്തിലേ ഉണ്ട്, ഈ ഐ കോണ്ടാക്ട് ഇല്ലാത്തൊരു പ്രശ്നം. ഇപ്പൊ ഞാൻ ഈ ഓഫീസിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈ പുറകിൽ വന്നിട്ട് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ലാപ്ടോപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും, ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. അത് ഇപ്പം ശരിയാക്കി വരുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ടാവും, പക്ഷെ ആൾക്കത് മനസ്സിലാവില്ല ഞാൻ തിരിഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ എഴുതിയത് അൻസാർ സാർ ഒരു ജോക്ക് പറയണം എന്നാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ആക്ടിവിറ്റി എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇത് വലിയൊരു ആക്ടിവിറ്റിയാണ്. കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറയുവാണ് അൻസാർ സാർ പാട്ട് പാടണോന്ന് എഴുതിയ, ആക്ച്വലി അൻസാർ സാർ അല്ല അത് ചെയ്യേണ്ടത്, ഞാനാ ചെയ്യേണ്ടത്. മനസ്സിലായി. പക്ഷെ അത് കുറച്ച് സ്പീഡായിരുന്നു എനിക്ക് തോന്നി സാർ അത് പറഞ്ഞപ്പം. അത് സ്പീഡാ, ഞാൻ സ്പീഡിൽ പറഞ്ഞു. കാരണം ശ്രദ്ധിക്കണം, കാരണം പലതും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കാതാണ് ആക്ഷൻ എടുക്കുന്നതെന്നുള്ളൊരു മെസ്സേജ് ആണ്. ഇത് വലിയൊരു ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പം ഞാൻ പറയും അൻസാർ സാർ പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പാട്ട് പാടണം, ഞാൻ മറ്റുള്ളവർക്ക് നവരസങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കും. പക്ഷെ അത് പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്തെയാണ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പറ്റുന്ന അബദ്ധങ്ങൾ, കാര്യങ്ങൾ. ഇതല്ലേ റിയാക്ടും റെസ്പോണ്ട് എന്ന് പറയുന്നത് അബ്ദുൽ സർ, അബി സർ. നമ്മൾ ഇത് ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ റിയാക്ട് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റിയാക്ട്. പക്ഷെ ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഐ ഹോപ്പ് ഐ എം റൈറ്റ് അല്ലേ? നമ്മൾ എപ്പോഴും റിയാക്ട് ആണ് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം. അതില്ല എല്ലാ രീതിയിലും. നമ്മൾ ദേഷ്യപ്പെടും ഒരു കാര്യം, ചിലർ അവർ പറയുന്നത് വെച്ചിട്ട് ഇറ്റ് ഹാപ്പൻസ്. ഈവൻ ഐ എം ഓൾസോ ലൈക്ക് ദാറ്റ്. ദേഷ്യം വരും, അല്ലെങ്കിൽ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് പേഷ്യൻസ് ഇല്ല. ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് വി ഡോണ്ട്
ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ റിയാക്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത്, റെസ്പോണ്ട് ആണ് വേണ്ടത് എന്നുള്ളത് ഈച്ച് വൺ ഓഫ് us ഷുഡ് ബി കോൺഷ്യസ്. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യം. അതെ, നമ്മൾ പലപ്പോഴും അങ്ങനെ, പലപ്പോഴും നമുക്കൊരു ഗിൽറ്റി ഫീൽ, ഓ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഓ ചെയ്യണ്ടായിരുന്നു നമ്മൾ പറയല്ലേ. എന്തുകൊണ്ടാ? പിന്നാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം വരും. എന്തുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ ക്ഷമയോടുകൂടി കേട്ട് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. റിഗ്രറ്റ് ചെയ്യും. അതെ, അത് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനകത്തൊരു ഇമോഷൻ ആഡ് ചെയ്യും, നമ്മുടെ അപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ്. അതേസമയം റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലോജിക്കലായിരിക്കും, ചിന്തിച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക. അപ്പം അതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ മുമ്പ് എനിക്കൊന്ന് മോർണിംഗ് സർക്കിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു റിപ്പോർട്ട് മീൻസ് എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗ് എനിക്ക് മെയിൽ അയക്കും, FIA എന്നും പറഞ്ഞിട്ട്. FIA എന്ന് വെച്ചാൽ ഫോർ യുവർ ആക്ഷൻ, ഫോർ യുവർ അറ്റൻഷൻ, രണ്ടർത്ഥമുണ്ട്. പക്ഷെ ഞാൻ കുറേ കാലം വിചാരിച്ചിരുന്നത് ഈ മെയിൽ അയക്കുന്നത് ഫോർ യുവർ ആക്ഷൻ എന്നാണ്. അപ്പം ചെറിയൊരു ഈഗോ ഉണ്ടാവുമല്ലോ, എൻ്റെ റിപ്പോർട്ട് എനിക്ക് എന്തിനാ ഇങ്ങനെ മെയിൽ അയക്കുന്നത്, അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് FIA, വേറെ അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ കുറേ നാളിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആൾ ഉദ്ദേശിക്കുന്നത് ഫോർ യുവർ അറ്റൻഷൻ എന്നാണ്. അതായത് ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം ഒരു ഈഗോ ഉണ്ടാവുന്നു അല്ലെ. പിന്നീട് നമ്മുടെ അപ്രൈസൽ വരുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളത് ആളുടെ പെർഫോമൻസ് പോലും റേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ബയാസ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അവിടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ കേട്ടിട്ടുള്ളതാണ്, നല്ലവണ്ണം തരണേന്ന് ദൈവത്തിനോട് പറഞ്ഞു, അപ്പം ആ വണ്ണത്തിനൊരു അല്പം സ്ട്രെസ് കൂടി പോയപ്പം നല്ലവണ്ണം കൊടുക്കുന്നതിന് പകരം ദൈവം നല്ല വണ്ണം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ഒരു പ്രശ്നം. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. വെൽക്കം, താങ്ക് യു സോ മച്ച്. Hello, sir. ഹലോ. Thank you, sir. It was a wonderful session. Actually, active listening was the biggest realization. മീൻസ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഏറ്റവും വേണ്ട ഒരു മെയിൻ ഫാക്റ്റ് ആണ് ആക്റ്റീവ് ലിസണിങ്. ഞാനും ആക്ച്വലി അന്തെന്ന് പറഞ്ഞപ്പം ത്രൂ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രൻ മാത്രമല്ല. ആൻഡ് ആക്ച്വലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ലിസണിങ് ഇസ് നോട്ട് ജസ്റ്റ് ഹിയറിങ്, ഇറ്റ്സ് റെസ്പോണ്ടിങ് മീനിങ് അത് നമുക്ക് സംടൈംസ് നമ്മൾ അത് മറന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്താണോ ചോദിക്കുന്നത്, എന്താണോ പറയുന്നത്, അത് ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് പലപ്പോഴും പറയാനാണ് തിടുക്കം, കേൾക്കാനേക്കാട്ടിലും പറയാൻ തിടുക്കമാണ്. അതാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്, ലിസൺ മോർ ആൻഡ് ടോക്ക് ലെസ്. ഡെഫിനറ്റ്ലി സർ, താങ്ക് യു സോ മച്ച്. ലിഫ്ന മാം പറയുമ്പോ ഈവൻ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ ചിലപ്പോൾ നമ്മുടെ ഫേസ് ബോഡി ലാംഗ്വേജിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്താ പറയാൻ പോകുന്നത്. സോ ബോഡി ലാംഗ്വേജ് ഓൾസോ വളരെ എക്സ്പ്രസീവ് ആണ്. തന്നെ നമ്മള് ദേഷ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളത് ഏത് രീതിയിൽ എടുക്കാൻ പോണത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിന്റെ കൂടെ തന്നെ ചേർക്ക ഒരു ഉണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അബി സാറിന്റെ വോയിസുകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗൗരവമുള്ള ഒരാളായിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം ഹ്യൂമറൊക്കെ പറയുന്ന, എന്താ പറയാ, തമാശയൊക്കെ പറയുന്ന ഒരാളാണെന്നുള്ളത്. അത് ഇപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. അപ്പൊ സാറിന്റെ കുറ്റമല്ല, ഞാൻ അതിനെ റീഡ് ചെയ്തതിന്റെ പ്രശ്നമാണ്. ഇല്ല, നമ്മളങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് സംസാരിച്ചിട്ടില്ല, പക്ഷെ അപ്പോഴേക്കും നമ്മളൊരു വ്യക്തിനെ അങ്ങ് ജഡ്ജ് ചെയ്യുന്നൊരു. അതെ, നമ്മൾ പലപ്പോഴും നമ്മുടെ റീഡിങ് തെറ്റിപ്പോകും എന്നുള്ളതാണ്. അതെ, പാർഡൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിസാറെ, അതെന്താന്നറിയാവോ? സാർ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ആ സൗണ്ടില്, ആ ടോണില് നമ്മള് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് അല്ലേ ശരിക്കും നമ്മുടെ ആ. പിന്നെ സാറ് ആ പറഞ്ഞത് ബൈബിളിലെ ഒരു വചനമായിരുന്നു സാറേ, വചനമാണ്? തീർച്ചയായും, അതെ. ബൈബിളിലെ ഒരു വചനമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ. ഞാനൊരു ആക്ടിവിറ്റി ആക്കിയതാണ്.
ഡിഗ്രി BEd ഒക്കെ നമ്മള് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്നതും അതെ. ക്രിസ്ത്യൻ ഇതിൽ തന്നെ. അപ്പൊ ശരിക്കും ഞാൻ ഒരു ബിഷപ്പ് മൂറിലായിരുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അതായത് ആ സമയത്ത് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെയുള്ള സർക്കിൾ. അവരെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു സാറിന്റെ സൗണ്ട് കേട്ടപ്പോ കേട്ടോ. അതായത് അങ്ങനത്തെ ഒരു ശബ്ദ. യു ആർ റൈറ്റ്. ആക്ച്വലി എനിക്കും ഫീൽ ചെയ്തു ഒരു പ്രീസ്റ്റ് സംസാരിക്കുന്നത് പോലെ ഭയങ്കര നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റിയതുപോലെ ഉണ്ട്. ഞാൻ അഭിസാർ എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ മെസ്സേജ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ചോദിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യായിരുന്നു. അപ്പോഴേക്ക് സാർ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്തു ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ് എന്നുള്ളത്. ഈ സെയിം ക്വസ്റ്റ്യൻ ഇപ്പൊ ബോബി മാം പറഞ്ഞ ലിഫ്ന മാം ഒക്കെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആ വോയിസിന്റെ ടോണിന്റെ ഒക്കെ ആയിരിക്കും. ഒരു പള്ളിയിലച്ഛനുണ്ട് നന്നായിട്ട് ഇതുപോലെ ഫാമിലി മാറ്ററിൽ നന്നായിട്ട് കോമഡി പറയുന്ന ഒരു പള്ളിയിലച്ഛൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളെ സാറിന്റെ ടോൺ ഇങ്ങനെയാണെന്ന് വിചാരിച്ചെന്ന് തോന്നണേ അല്ലേ? എനിക്കറിയില്ല. വേറെ ഒരു കാര്യം, സാറുടെ ഒരു സെഷൻ കൊണ്ട് വളരെ ചിയർഫുൾ ആയിരുന്നു, വളരെ പ്ലസന്റ് ആയിരുന്നു സാർ പ്രസന്റ് ചെയ്യുമ്പോൾ. So many things to learn from him. Thank you so much. സാറേ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മള് ഇപ്പൊ ഈ മോർണിംഗ് അവരുണ്ട്, അതായത് അവര് ഇവിടെ എത്തിയത് തന്നെ അവര് ഒത്തിരി ഗ്രേറ്റ് ആയതുകൊണ്ടാണ്, ഒത്തിരി സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയായിരിക്കും അവര് ഈ പൊസിഷനിൽ എത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ഓരോ പോസ്റ്റിൽ ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് അവിടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും ആര് നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്താലും നമ്മൾ ശരിക്കും ചിന്തിച്ചിട്ട് മാത്രമേ ഓരോ വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ശരിക്കും എന്റെ നോട്ടത്തിൽ, എന്റെ ബോഡി എക്സ്പ്രഷനിൽ, എന്റെ വാക്കുകളിൽ ഒരിക്കലും വേറൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറരുത്. അതിന് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ക്ലാസ് വെറുതെ കേട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നവരാവരുത്. ഓരോരുത്തരും ശരിക്കും അത് നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ ആ ഒരു ലൈറ്റ്നെസ്, നമ്മുടെ ആ ഒരു നല്ലത് അങ്ങനെ ആയിരിക്കണം. ഓരോ വാക്കുകളിലും അത് വരണം കേട്ടോ. അതേ രീതിയിൽ നമ്മൾ ആവണം അല്ലേ സാറേ? ശരിക്കും നമ്മൾ അത് ഞാൻ എഗ്രി ചെയ്യുന്നു മാമിന്. നമ്മള് വെറുതെ പറയുന്നവരാവാതെ നമ്മളുടെ ആക്ഷൻ കൂടി മറ്റുള്ളവർക്ക് തോന്നിക്കണം. അപ്പൊ എങ്ങനെ ഇത്ര ക്ഷമയോട് ഡീൽ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ ഇടപെടാൻ പറ്റുന്നു എന്ന് നമ്മളത് പ്രാക്ടീസും കൊണ്ട് തീർച്ചയായും നമുക്ക് അസാധ്യമായി ഒന്നുമില്ല, നമുക്ക് പ്രാക്ടീസും കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു എന്നാണ്. നമ്മൾ പലപ്പോഴും പലരെയും കണ്ടിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ തീർച്ചയായും നമുക്കും, പക്ഷെ നമ്മൾ അതിനോട് എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ മാം പറഞ്ഞത് നമ്മൾ അതുപോലെ തീർച്ചയായും നമ്മുടെ ഒരു രീതി കണ്ടിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ പറയാതെ തന്നെ മറ്റുള്ളവർ ചേഞ്ച്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു അഡിക്ഷൻ സെന്ററിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു വിടും, നിങ്ങൾ ഇവിടുന്ന് പോയി കഴിയോ, നിങ്ങൾ സോബറായി, നിങ്ങൾ നല്ലോണം ജീവിക്കുന്നു, നിങ്ങൾ ആരോടും ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കണ്ട, ഇന്ന സ്ഥാപനത്തിൽ പോയാണ് ഞാൻ മദ്യപാനം നിർത്തിയത്. നോ, നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ ആക്ഷനിൽ കൂടി, നിങ്ങളുടെ മാറ്റത്തിൽ കൂടി മറ്റുള്ളവർ ചോദിക്കും, നീ എവിടെ പോയാണ് ട്രീറ്റ്മെന്റ് എടുത്തത്, നീ ഇപ്പൊ 1 വർഷമായല്ലോ കുടിക്കാതെ നിൽക്കുന്നത്. അവന്റെ പ്രവൃത്തിയിലും ആക്ഷനിൽ കൂടി തന്നെ നമുക്കൊരു അഡ്വർടൈസ്മെന്റ്. അല്ല പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇപ്പൊ നമ്മൾ പ്രത്യേകം പറയുന്നത്, നമ്മുടെ ഒരു ബിഹേവിയർ മാറ്റം കൊണ്ട് സ്വാഭാവികം നമ്മുടെ വീട്ടിലുള്ളവർ മാറും, നമ്മുടെ ചുറ്റുപാട് മാറും, നമ്മുടെ ഫ്രണ്ട്സ് മാറും, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി മാറും. പക്ഷെ നമ്മളത് എഫേർട്ട് എടുക്കണം, അതാണ് പ്രശ്നം, എന്റെയും പ്രശ്നം. ബോബി മാം ബിസറൊക്കെ ഡിസ്കസ് ചെയ്ത മതി. എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും പറയും, പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച്, പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച്. സോ അത് ഇംബൈബ്ഡ് ആണ് സാർ. ഇപ്പൊ നമ്മൾ ഈവൻ ഒരു ചോക്ലേറ്റ് കഴിച്ച ശേഷം ആ റാപ്പർ അവിടെ തന്നെ ഇടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ ഇമ്മീഡിയറ്റ്ലി എന്റെ മൈൻഡിൽ വരുന്നത്, നീ ആദ്യം അത് ചെയ്യ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അത് ഇമ്മീഡിയറ്റ്ലി വരും. സോ നമ്മളെല്ലാരും അറ്റ്ലീസ്റ്റ് ഇൻ എ സ്മോൾ വേ ചെയ്യുമ്പോൾ ഐ തിങ്ക് ദിൽ ബി ലോട്ട് ഓഫ് ചേഞ്ചസ്. അതെ, താങ്ക് യു മാം.
മാമിന്റെ കിട്ടിയില്ല കേട്ടാ എന്റെ വരി മാം. സഫ്ന മാം ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ബോബി മാം. സജിന മാം. ആ പാട്ട് പാട്ട്. മാം ആ വഴിക്ക് പോയെന്ന് തോന്നുന്നുണ്ട്. പോയാ അപ്പോ ഒരു കാര്യം കൂടെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നാളെ നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ 200ാമത്തെ ദിവസമാണ്. അപ്പോ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യണം. പിന്നെ എല്ലാവരും പാർട്ടിസിപ്പൻസ് എല്ലാവരുടെയും എക്സ്പീരിയൻസും ഫീഡ്ബാക്കുകളൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ബോബി മാം പോയെന്ന് തോന്നുന്നു, കാണുന്നില്ല. മാമിനെ കൊണ്ട് വേറൊരു ദിവസം പഠിപ്പിക്കാം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. എന്താ പറയാ, ഭയങ്കര താങ്ക് യു സജിന മാം. സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു.